ഇക്കുറി വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നട തുറക്കുമ്പോൾ ആരവങ്ങൾക്കിടയിൽ ഒരു തേങ്ങൽ കൂടി കേൾക്കുന്നുണ്ട്. അത് മുണ്ടത്തിക്കോട്ടെ ആ പാടത്തു നിന്നുള്ള നിലവിളിയാണ്. പലപ്പോഴും നമ്മൾ ആഘോഷിക്കുന്നത് മറ്റൊരാളുടെ വിയർപ്പും ചോരയും കൊണ്ടാണ്. ഇത്തവണ പൂരത്തിന് തിരിതെളിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആഘോഷവും ഉണ്ടായിരുന്നില്ല. കാര്യമായി വീഡിയോസ് ഒന്നും പൂരത്തിനെ പറ്റി എടുക്കാനും എൻ്റെ മനസ്സിൽ തോന്നിയുമില്ല. തലേ ദിവസം എൻ്റെ ക്യാമറമാൻ അക്ഷയ് കുറച്ച് വീഡിയോകൾ ചിത്രീകരിച്ചു. എന്തുകൊണ്ടോ പൂരത്തിൻ്റെ വിഷ്വൽസുകളൊന്നും തന്നെ ഞങ്ങൾ രണ്ടുപേരും എടുത്തില്ല. എൻ്റെ മനസ്സിൽ പലപ്പോഴും പൂരപ്പറമ്പിനെ വലം വെച്ച് ഞാൻ കടന്നു പോകുമ്പോൾ മുണ്ടത്തിക്കോട് ചിതറിത്തെറിച്ച മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾക്കിടയിൽ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ്റെ ലേഖനത്തിൽ എഴുതിയതുപോലെ ഉറുമ്പുകൾ ആഹാരം തേടുമ്പോൾ അശാന്തിയുടെ നീറ്റിൽ എങ്ങനെയാണ് എനിക്ക് ആസ്വദിക്കാൻ കഴിയുക? നമുക്കറിയാം, ഒരു അപകടം നടന്നാൽ നമ്മൾ കാഴ്ചക്കാരായി നോക്കി നിൽക്കും. പക്ഷേ ആ ദൃശ്യങ്ങൾക്കപ്പുറം ആ ശരീരങ്ങളെ തിരിച്ചറിയുവാൻ പാടുപെടുന്ന ഒരു ഫോറൻ സർജൻ്റെ വാക്കുകൾ നമ്മെ ഉലയ്ക്കുന്നതാണ്. ഡോക്ടർ ഹിതേഷ് ശങ്കർ പങ്കുവച്ച ആ വേദനിപ്പിക്കുന്ന സത്യങ്ങൾ കേൾക്കാതെ പോകരുത്. പല മൃതദേഹങ്ങളും വെറും മാംസപിണ്ഡങ്ങളായിരുന്നു. ബ്രെയിൻ അടക്കമുള്ള ശരീരഭാഗങ്ങൾ പകുതി വെന്ത അവസ്ഥയിലും. മരിച്ചവരെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ആരുടെയും കയ്യിലെ ഒരു മോതിരമോ ഒരാളുടെ കാതിലെ കമ്മൽ, ഹൃദയത്തിലെ രക്തക്കുഴലിലിട്ട സ്റ്റണ്ട്, പുകയില ഉപയോഗിച്ച് കറ പിടിച്ച പല്ലുകൾ നോക്കി പോലും പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ടി വരുന്ന ഒരു ഗതികേട്